ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. തീർത്ഥാടനം കഴിഞ്ഞ് പ്രത്യാശയോടെ മടങ്ങിയെത്തിയ കുടുംബത്തെ കാത്തിരുന്നത് കത്തിയമർന്ന വീടിൻ്റെ കനൽ കാഴ്ചകൾ. തിരുവല്ലോമല അമ്മൻചെട്ടിയിൽ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ അഗ്നിബാധയിൽ അനിൽ രാജൻ്റെ വീട് പൂർണ്ണമായും നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥനകളുമായി പോയി മടങ്ങിയെത്തിയ ഒരു കുടുംബത്തെ കാത്തിരുന്നത് തങ്ങളുടെ സമ്പാദ്യമെല്ലാം കത്തിയമർന്ന സങ്കട കാഴ്ചയാണ്. തിരുവല്ലോമല അമ്മൻചെട്ടി സ്വദേശി അനിൽ രാജിന്റെ വീടാണ് ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ പൂർണ്ണമായും വാസയോഗ്യമല്ലാതായത്. കഴിഞ്ഞ ദിവസം അനിലും കുടുംബവും തീർത്ഥയാത്രയ്ക്കായി പോയ സമയത്തായിരുന്നു തീപിടുത്തം. തിങ്കളാഴ്ച പുലർച്ചെ യാത്ര കഴിഞ്ഞ് പ്രത്യാശയോടെ വീട്ടിലെത്തിയ ഇവർ കണ്ടത് കരിപിടിച്ച ചുവരുകളും ചാരമായ സ്വപ്നങ്ങളുമാണ്. ഏകദേശം 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും അഗ്നിബാധയിൽ പൂർണ്ണമായും കത്തിയമർന്നു. തീയുടെ തീവ്രതയിൽ വീടിന്റെ വാതിലുകളും ജനലുകളും ഉൾപ്പെടെ കത്തിക്കരിഞ്ഞു. തീപിടുത്തം നടന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയൊരു ജീവഹാനി ഒഴിവായി. എങ്കിലും വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ ചാരമായതിന്റെ ആഘാതം ാണ് ഈ കുടുംബം. സംഭവ സ്ഥലത്തെത്തിയ പഴയന്നൂർ പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നഷ്ടത്തിൽ നിന്നും എങ്ങനെ കരകയറുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അനിലും കുടുംബവും. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, പഴനിക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഞങ്ങൾ രാത്രി വെളുപ്പിന് 2:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് വാതിൽ ലൈറ്റ് കത്താതെ ആയപ്പോഴാണ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടപ്പോഴാണ് കട്ടിളയും വാതിലും കത്തിക്കഴിഞ്ഞു. അടുക്കളയിലുള്ള ഗൃഹോപകരണങ്ങൾ മുഴുവനും TV ഒരുവിധം സാധനങ്ങളെല്ലാം കത്തിക്കഴിഞ്ഞു. ചെറിയ വീടായതുകൊണ്ട് അധികം സൗകര്യവും ഇല്ലാത്തതുകൊണ്ടും ചൂട് കൂടുതലായതായിട്ടൊക്കെ TVയിലേക്കൊക്കെ കത്തിപ്പോയിട്ടുണ്ട്. ഇതേപോലെ You are watching VCV News.